നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം വേണമെന്ന ആവശ്യത്തെ എതിർത്ത് പി ദിവ്യ തുടരന്വേഷണമെന്ന ആവശ്യത്തിനായി ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കുന്നതല്ല, എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചതാണെന്നും ദിവ്യ പറഞ്ഞു. ഹർജി ഈ മാസം 23-ന് വീണ്ടും പരിഗണിക്കും. വിവരങ്ങൾ മിഥുൻ പിള്ള കണ്ണൂരിൽ നിന്ന് നൽകും. മിഥുൻ, പറയൂ. ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തുടരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ ഭാര്യയാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത്. ഈ ഹർജിയിന്മേലുള്ള വാദം പരിഗണിക്കണമെന്ന വാദം നടക്കുന്നതിനിടയിലാണ് ഈ തുടരന്വേഷണമെന്ന ആവശ്യം പി ദിവ്യ എതിർത്തത്. തുടരന്വേഷണ ആവശ്യത്തിനായി ഉന്നയിച്ച കാര്യങ്ങൾ നിലനിൽക്കുന്നതല്ല എന്നാണ് പി ദിവ്യയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചതാണ്. ഹർജി ഈ മാസം 23-ന് പരിഗണിക്കുമെന്നാണ് കോടതി ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട പി ദിവ്യയുടെ അഭിഭാഷകനായ വിശ്വൻ പറഞ്ഞത് കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ നൽകിയ ഹർജിയാണ് ഇത് എന്നാണ്. ഹർജിയിലെ വാദങ്ങൾ നിലനിൽക്കില്ല, ഹൈക്കോടതിയും സുപ്രീം കോടതിയും തള്ളിയ വാദങ്ങളാണ് വീണ്ടും ഉന്നയിക്കുന്നത് എന്നാണ് അഡ്വക്കേറ്റ് വിശ്വൻ ഉന്നയിച്ചത്. അതേസമയം നേരത്തെ ഈ ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ കോടതിയെ സമീപിച്ച സമയത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഗുരുതരമായിരുന്നു. കാരണം അതിൽ പറഞ്ഞിരിക്കുന്നത് പ്രതി CPM പ്രവർത്തകയായതിനാൽ ശരിയായ തെളിവുകൾ ശേഖരിച്ചില്ലെന്നും പ്രശാന്തനിൽ നിന്ന് കൈക്കൂലി വാങ്ങിയെന്ന് വ്യാജ കേസ് നിർമ്മിക്കാൻ ശ്രമിച്ചുവെന്നും ഹർജിയിൽ പറഞ്ഞിരുന്നു. ഇതുകൂടാതെ ഇലക്ട്രോണിക് തെളിവുകളിൽ പലതും ക്രമക്കേട് കൊണ്ട് CDR പലതും ശേഖരിച്ചിട്ടില്ല തുടങ്ങിയ കുറ്റപത്രത്തിലെ 13 പിഴവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ADM നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ കണ്ണൂർ കോടതിയെ സമീപിച്ചത്. ഏതായാലും കേസ് ഈ മാസം 23-ന് വീണ്ടും പരിഗണിക്കും. ഗൗതം. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.